സുരേഷ് ഗോപി വീട്ടിലിരുന്നിട്ട് പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പടക്കം പൊട്ടിക്കാൻ പിണറായിയുടെ ആൾക്കാരാണല്ലോ ഇവിടെ പോലീസുകാര് സന്നാഹങ്ങളായിട്ട് ഇവിടെ വന്നത്. രണ്ടിത്തരം കാണിക്കുന്ന പരിധികളില്ല. പക്ക തണ്ടിത്തരം. ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. അങ്ങ് ജനങ്ങളെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. പോലീസുകാർ അങ്ങനെ ചെയ്തന്നെ എന്തെങ്കിലും അവർക്ക് ഇത് കിട്ടാണ്ടവരാണ് ചെയ്യില്ല. അപ്പൊ അത് സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ സുരേഷ് ഗോപി സാറ് അങ്ങനെ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇതിപ്പോ പ്ലാനഡ് ഒന്നല്ല, യാദൃശ്ചികമായിട്ട് പോലീസിന്റെ ഒരു ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. അല്ലാണ്ട് ഇത് രാഷ്ട്രീയമൊക്കെ ആയിപ്പോയി. ആർക്കും ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതേപോലെ മാറി. ഇത് ഇക്കൊല്ലൊന്നല്ല, ഇതിന് മുമ്പേ തന്നെ തൃശ്ശൂർ പൂരം ഇല്ലാതാക്കാനായിട്ട് ഒരു കോക്കസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലില്ല, ബി.ജെ.പിന്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്തായാലും രാഷ്ട്രീയത്തിൽ നമുക്ക് വലിയ താല്പര്യമില്ല. അവർ പറയണതും പ്രവർത്തിക്കുന്നതും തമ്മിലൊരു ബന്ധമില്ല. ബാധിക്കല്ല സുരേഷ് ഗോപിക്ക്, അത് നല്ലതാണ്. ഞാനിന്ന് നിൽക്കുന്നത് വടക്കുന്നാഥന്റെ മണ്ണിലാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് 2 ദിവസമായതേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം ഉടലെടുത്തിരുന്നു. വേറൊന്നുമല്ല, വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ ഉടലെടുത്തത് BJP അല്ലെങ്കിൽ RSSകാരാണ് ആ ഒരു പ്രശ്നത്തിന് വഴിവെച്ചത് എന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉറ്റുനോക്കുന്നത് ഇത് തന്നെയാണ്. BJP, LDF അല്ലെങ്കിൽ UDF ഈ 3 സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ലോക്സഭാ മത്സരത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ വലിയ രീതിയിലാണ് എല്ലാവരും ഈ ഒരു ജില്ലയെ ഉറ്റുനോക്കുന്നത്. എന്ത് തന്നെയായാലും BJP അല്ലെങ്കിൽ RSS എന്നൊരു പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം, അല്ലെങ്കിൽ ആ ഒരു വീഴ്ച സുരേഷ് ഗോപിയെ ബാധിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്ത് തന്നെയായാലും അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. BJP-കാരല്ലോ പടക്കം പൊട്ടിക്കണത്. അല്ല. പടക്കം പൊട്ടിക്കണോ? അല്ല. ഇതിന് BJP-ക്ക് യാതൊരു റോളിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ സുരേഷ് ഗോപി വീട്ടിലിരുന്നിട്ട് പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പടക്കം പൊട്ടിക്കാൻ പിണറായിയുടെ ആൾക്കാരാണല്ലോ ഇവിടെ പോലീസുകാര് സന്നാഹങ്ങളായിട്ട് ഇവിടെ വന്നത്. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പരിപാടി കാണുന്നുണ്ടായിരുന്നു. എത്രയധികം ആൾക്കാരെ നേതൃത്വം വഹിക്കുന്നത് കേരളത്തിലെ പിണറായിയാണ്. അപ്പോ അതിന്റെ കാര്യങ്ങൾ ഇവിടെ K. രാജനുണ്ട്, നമ്മുടെ നാട്ടുകാരനാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, മേയറുണ്ട്. ഒരാളും ഒരു കാര്യത്തിനും വന്നിട്ടില്ല. ഇവിടെ നമ്മള് തൃശ്ശൂരുകാര് കാണുന്ന പരിപാടി മൊത്തമായിട്ട് കാണുന്നത് പോലീസുകാരും അമ്പലക്കാരും. അതിൽ അമ്പലക്കാരിൽ 100 പേരിൽ 50 പേര് മാത്രമേ ഈ പരിപാടി കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ അകത്തേക്ക് കടത്തണില്ല. ആനയ്ക്ക് പട്ട കൊടുക്കാൻ വരെ പാപ്പാനെ കടത്താത്ത അവസ്ഥയിലുണ്ടായിരുന്നു. അപ്പൊ ഇതിന് കാരണക്കാരൻ വീട്ടിലിരിക്കുന്ന സുരേഷ് ഗോപി എന്ന് പറഞ്ഞ തേച്ചും മോശമാണ്. അപ്പൊ ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇപ്പൊ ഈ SP ആൾക്കാരൊക്കെ നമ്മളെല്ലാവരും മാറ്റിക്കൊണ്ട് കാര്യമില്ല. ഒരു ആ സമയത്ത് നമുക്ക് കൊല്ലത്തിൽ ഒരു ഘട്ടം കിട്ടുന്ന ഒരു അവസരമാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം. മോശമാന്നല്ല പറയണേ, സ്ഥലം മാറ്റിയല്ല വേണ്ട, സസ്പെൻഷനെങ്കിലും കൊടുക്കണമായിരുന്നു. കാരണം നമ്മള് 3 മണിക്ക് പൊട്ടുന്ന വെടിക്കെട്ടിന് വീട്ടിൽ വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങായിരുന്നു. ഞാനൊക്കെ ഇവിടെ കിടന്നുറങ്ങായിരുന്നു. ഇത് എന്റെ വീഡിയോ വരെ ഇവിടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ കിടന്നുറങ്ങിയിട്ട് പരിപാടി കാണാമെന്ന് വന്നിട്ടുണ്ടായിരുന്നു. 7:15 കൂടിയിട്ടാണ് ഇവിടെ പടക്കം പൊട്ടിയത്. 7:15 ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നമുക്കിവിടെ പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമില്ല, അതും ഈ പകല്. അപ്പൊ ഇതൊക്കെ ഇത്രയും പോലീസും കാര്യങ്ങളും സന്നാഹങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ വേണ്ട. നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളൊരാളായിട്ട് വേണം അവർക്ക് പരിപാടി നടത്താനായിട്ട്. അല്ലാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തേണ്ട കാര്യമില്ല. അതിലിപ്പോ 2 ആളെ സ്ഥലം മാറ്റി അല്ലെങ്കിൽ എന്തോ ചെയ്തൊരു കാര്യമില്ല. നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി അടുത്ത കൊല്ലം സുരേഷ് ഗോപി ഇതിലെ ഒരാളല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായിക്കിനെ ബാധിച്ചൂടെ? എല്ലാവരും സുരേഷ് ഗോപിയുടെ മെക്കടിക്ക് പോകേണ്ട ആവശ്യമില്ല, പിണറായിക്ക് ബാധിക്കാലോ. ഇവിടുത്തെ ഭരണം നടത്തുന്നോട് പിണറായി പറയണ ബോളിന്നൊരു ഉത്തരവില്ലാണ്ട് സുരേഷ് ഗോപിക്ക് എന്ത് പറയണല്ലോ? ഇപ്പൊ ആള് ഇലക്ഷനിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രല്ലേ. അതുപോലെ തന്നെ എത്ര ആൾക്കാർ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. സുനിൽ കുമാർ നിൽക്കുന്നുണ്ട്, എന്താ ആളെ ബാധിക്കുന്നില്ലേ? മുരളീധരൻ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഇലക്ഷനിൽ നിൽക്കില്ല, ഇവരൊന്നും ബാധിക്കണല്ലേ. സുരേഷ് ഗോപിയുടെ സ്വന്തം നാട് തൃശ്ശൂരല്ല, ആള് വേറെ ജില്ലക്കാരനാ. ബാക്കിയുള്ള ഇതാത് ജില്ലയിലെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവരൊന്നും ബാധിക്കാത്ത എന്താ കുഴപ്പം? മേയർ, നമ്മുടെ മേയറെ വീട് മണ്ണുത്തിയില്ല, ഇവരൊന്നും ബാധിക്കില്ലേ? കോർപ്പറേഷൻ മേയറൊന്നും ഇതൊന്നും ബാധിക്കുന്നില്ലേ? അപ്പൊ എല്ലാവരും സുരേഷ് ഗോപിയുടെ മെക്കടിക്ക് പോയിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഭരണ സംവിധാനം മാറേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് ഇനി ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് തൃശ്ശൂർ പൂരം കാണണമെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ട അവസ്ഥയപ്പോ. ലൈവ് കണ്ടതാണ് ഞാൻ, യൂട്യൂബിലെ കണ്ട ലൈവ്. അത് അത്രയും റേഞ്ചിലാണ് നമ്മൾ യൂട്യൂബിലെ കണ്ട വെടിക്കെട്ട് പൊട്ടണത്. അപ്പൊ അവരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. ഭരണം മാറണം, അല്ലാണ്ട് സുരേഷ് ഗോപിയുടെ മേലിക്കിട്ടിട്ട് കാര്യമില്ല. സാധാരണപ്പെട്ട ചെറുകിട കച്ചവടക്കാരനെ ഫലപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ജീവിതം പെരുവയിലാക്കാൻ വേണ്ടി ഒറ്റ കളി കളിക്കും. ഏത് പാർട്ടിക്കാരൻ നമുക്കറിയില്ല. പാവപ്പെട്ട ജനങ്ങൾ കുറെ വെള്ളം 10 കേസ് വെള്ളം പറ്റാൻ 1 കേസ് പോയി. ഒരു ചെമ്പ് ബിരിയാണി കണ്ട 10 ബിരിയാണി കൊടുത്തിട്ട് അവൻ കൊട്ടിക്കളഞ്ഞ് കളഞ്ഞിട്ടാ പോയി. ജനങ്ങളെ പെരുവയിലാക്കിയ ഒരു കച്ചവടമാണ് ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം. ഇനി ഒരിക്കലും പൂരത്തിന് കച്ചവടം ചെയ്യാൻ ഇവരാരും വരില്ല എന്നാണ് പറഞ്ഞ ജനങ്ങൾ മൊത്തം. രണ്ടിത്തരം കാണിക്കുന്ന പരിധികളില്ല. പക്ക തണ്ടിത്തരം തൃശ്ശൂർക്കാരന്റെ പൂരത്തിന് ഒരിക്കലും വലിയ ജനങ്ങൾ. അതാണ് ഉണ്ടായ സംഭവങ്ങൾ. ശരിയല്ല, എല്ലാവർക്കും ഈ തൃശ്ശൂർ പൂരത്തിന് കച്ചവടം ചെയ്ത എല്ലാ ജനങ്ങളും, ഹോട്ടൽ ഫീൽഡ്, ചെറുകിട തണ്ണിമത്താൻ, ചെറുകിട ഹോംലേറ്റ് കച്ചവടക്കാര്, തട്ടുകട പരിപാടി, എല്ലാവർക്കും ഭയങ്കര ഭീഷണിയായിരുന്നത്. ചെയ്ത പരിപാടി ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ്. പോലീസുകാരായിക്കോട്ടെ, നമ്മുടെ ഈ അമ്പലത്തിന്റെ ആൾക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരും ചെയ്ത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ്. ഒരിക്കലും ഈ പൂരത്തിന് ജനങ്ങൾ കച്ചവടമായി ഇറങ്ങില്ല എന്നുള്ള തീരുമാനം. പൂരത്തിന് വരില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ
അത്രയും മോശമായിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ BJP ആണ് ഇത് ചെയ്തെങ്കിൽ അത് പാർട്ടി സംബന്ധമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. BJP, കോൺഗ്രസും മാർക്സിസ്റ്റ് ആരും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അവരാരും നമ്മൾ പറയുന്നില്ല. ഇത് പോലീസുകാരും അതേ അമ്പല കമ്മിറ്റിക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. പാർട്ടി ഇടപെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ തമ്മിലുള്ള ഇഷ്യൂലാണ് ഈ പൂരത്തിന്റെ വെടിക്കെട്ട് മൊത്തം സ്റ്റോപ്പായിരിക്കുന്നത്. അതിലാണ് ഈ പ്രശ്നം മൊത്തം നടന്ന് ജനങ്ങൾ മൊത്തം പിന്മാറിപ്പോയിരിക്കുന്നത്. പാർട്ടി ബേസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് എക്സാക്ട് ആയിട്ട് ഒരു BJPയുടെ ഇതിലല്ല പോകുന്നത്. ഇത് ആൾക്കാർ ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പോലീസുകാർ തടഞ്ഞു കയറണം പ്രശ്നങ്ങൾ ഇത്. പക്ഷെ ആൾക്കാർ ഇതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ കൊണ്ടാക്കണു, അത്ര മാത്രം. ഇല്ല, ഒരിക്കലും ബാധിക്കില്ല, ഒരിക്കലും ബാധിക്കില്ല. പിന്നെ അങ്ങോരാ വരാൻ പോണത്. യെസ്, അത് കാര്യങ്ങൾ അങ്ങനെ നീങ്ങണ കൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ധൈര്യമായിട്ട് തന്നെ ഞാൻ പറയും. ബിക്കോസ് ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ച ആൾക്കാരാ. ഓ, എനിക്കിപ്പോ എത്ര വയസ്സിന് കാണും? മോർ ദാൻ 73. ആ, ഞങ്ങൾ ട്രാൻഡത്ത് ഒരുമിച്ചിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും അങ്ങോട്ട് വരണം. അങ്ങോട്ട് നല്ല മനസ്സാണ്. അങ്ങോട്ട് ജനങ്ങളെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. പണ്ടേ കൊണ്ടേ നമുക്കറിയാം, പണ്ടുകൊണ്ടേ നമുക്ക് വളരെ ഒരു ഇതായിരുന്നു. അപ്പൊ ആ രീതി ഈ വിൽ ബി ദി നമ്പർ 1 ടു സെലക്ട് ഫ്രം ഹിയർ. നമ്മുടെ കേരളത്തിലേക്ക് അങ്ങനെ ഒരു പൊക്കിഷത്തിനെ കിട്ടിയാൽ കേരളം നന്നായിട്ട് പുരോഗമിക്കും. തീർച്ചയാണ്, അതിൽ ഒരു സംശയവും ഇല്ല. ആളെ ബാധിക്കേണ്ട പ്രശ്നമില്ലല്ലോ. ആള് ഒന്നിലേക്കില്ലല്ലോ. ഈ കാലങ്ങളായിട്ട് എൻ്റെ അറിവിൽ എനിക്കിപ്പോ 68-60 കഴിഞ്ഞു, 65 വയസ്സ്. ഇന്ന് വരെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ആ അമ്പലത്തിന്റെ ആൾക്കാരനെ വൃത്തി പോലെ കൊണ്ടാടും. പിന്നെ ഇപ്പൊ ഈ പോലീസുകാർ അത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ എന്താ ചെയ്യാ? നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരെ ഇവര് ഈ പൂരത്തിന്റെ ഓരോ ചടങ്ങുകൾ അറിയാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക പറഞ്ഞു മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പോലീസുകാർ അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് ഇത് കിട്ടാണ്ട് അവരങ്ങനെ ചെയ്യില്ല. അപ്പൊ അത് സുരേഷ് ഗോപിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അയാൾ എന്ത് കഴിച്ചു? എല്ലാവരും പറയുന്നത് BJPക്കാരല്ല, അവർക്ക് ഇത് നാശം. ഒന്നാമത്തെ തന്നെ ഇവിടെ ഓരോ കൊല്ലങ്ങളായാലും ഇപ്പൊ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടി നടക്കും. അന്ന് ഈ ലൈറ്റ് വഴി ഇടാറില്ലായിരുന്നു. അപ്പൊ അതെന്തോ സംഭവം എന്നുള്ളത് അറിയില്ല. പിന്നെ ഓരോന്ന് ചെയ്യുമ്പോ ജനങ്ങൾ രാഷ്ട്രീയ കളി ഇല്ല. പക്ഷെ ശരിക്കും പറഞ്ഞ BJPക്കാരൊന്നും ഇതിലേക്കൊന്നിലേക്കില്ല. രാഷ്ട്രീയക്കാരെ ഞാനിപ്പോ എങ്ങനെ പറയാം? അത് എന്തെങ്കിലും സത്യം പറയാണ്ടിരുന്നാലും പറഞ്ഞാലും കുഴപ്പമാണ്. അതിന് വല്ല ജനങ്ങൾക്ക് അറിയാം, ആരും പ്രതികരിക്കില്ല എന്ന് മാത്രം. ഇനിയെങ്കിലും ജനങ്ങളിത് കണ്ടറിഞ്ഞ് പ്രതികരിച്ചാൽ നന്നു. വളരെ ഭംഗിയിൽ നടക്കുന്ന സംഭവം അത്. ഇവര് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോ അത് ആ കാലം പോലെ എന്തോരം ബുദ്ധിമുട്ടിട്ട് ഇവര് കാലങ്ങളായിട്ട് ഈ പൂരത്തിന് വേണ്ടിയുള്ള അവരുടെ ഉത്സാഹങ്ങളും പരിശ്രമവും എന്തുമാത്രമാണെന്ന് അറിയാം. അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാതെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇതിപ്പോ പ്ലാനഡൊന്നല്ല, യാദൃശ്ചികമായിട്ട് പോലീസിന്റെ ഒരു ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. അല്ലാണ്ട് ഇത് രാഷ്ട്രീയമൊക്കെ ആയിപ്പോയി. ഞാർക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതേപോലെ മാറി. നിങ്ങൾ ചോദിക്കുന്നത് സുരേഷ് ഗോപി, എനിക്കിപ്പോ ആളായിട്ട് ഒരു അറിവില്ല, ബന്ധമില്ല. ഒന്ന് തെക്കാക്ക ഗോപുരനടയിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് കണ്ടില്ലേ? അയാൾക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ഒരു IPS കാരനാവുമ്പോ അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവുമല്ലോ. ആ യോഗ്യത കാട്ടിയാള് ആനയ്ക്ക് പട്ട കൊടുക്കാൻ പാടില്ല. എത്ര വലിയ ജനകോടികൾ വരണം ഈ പൂരം. അയാള് കാരണം എത്ര ആൾക്കാർക്ക് വഴി കേൾക്കേണ്ടി വന്നു ഇല്ലേ? അതാണ് ഇതില് വലിയൊരു പ്രശ്നം. ഇത് രാഷ്ട്രീയവൽക്കരിക്കണ്ട. എന്തിനു രാഷ്ട്രീയവൽക്കരിക്കണ? ഒന്ന് ഇതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂരം നിർത്തി വെക്കണ്ടാണ്. അപ്പൊ അറിയാലോ, ഇതിപ്പോ ഒരു നിസ്സാര ഒരു കാര്യമല്ല ഉണ്ടായുള്ളൂ. കമ്മിറ്റിയുടെ ഒരു ചെറിയ കഴിവുറവുണ്ട്. പൂരം തുടങ്ങാനാ പാടില്ല, റിപ്പീറ്റ് ചെയ്തിട്ട് രണ്ടാമത് തുടങ്ങാൻ പാടില്ല. ഒരു കാര്യം ഇതാരും മറ്റേ ഇതല്ലല്ലോ, തീവ്രവാദി സ്വഭാവമുള്ള കാര്യം ഒന്നല്ലല്ലോ നടത്തണേ. കൊല്ലത്തില് വരണ പൂരം ഓൾ കേരള ആഘോഷിക്കുന്നു. എത്ര ജില്ല? കാസർഗോഡ് നിന്ന് വന്ന പിള്ളേരില്ലേ, 8:30 ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ അവര് കോഴിക്കോട് എത്തി. എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ മക്കള് വന്ന ഒരു 8-10 ആള് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ട്രെയിൻ റിട്ടേൺ ഇതാ 3 മണി കഴിഞ്ഞാ പിന്നെ പോവാലോ. ഇതിപ്പോ ഭയങ്കര എന്താ പറയാ, നാദനിലെ കളരി പോലേക്ക് നടപടി മോശമായെന്ന് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ദേവസ്വം മന്ത്രിനെ കണ്ടിട്ടില്ല ഇവിടെ. ദേവസ്വം മന്ത്രി എവിടെയാന്ന് പോലില്ല. എല്ലാവരും പറയണ്ട് 2 മന്ത്രിമാര് ബിന്ദും രാജനും. അപ്പൊ ദേവസ്വം മന്ത്രി ഏത് ജില്ലക്കാരനാ? അയാൾ പാകിസ്ഥാൻകാരനാ? അയാളെ എവിടെയൊന്ന് കണ്ട? ഒരു ദേവസ്വത്തിന്റെ ഉത്സവം നടക്കണ ഒരു ഇതില് എന്ത് ഇതുണ്ടായാലും തിരക്ക് മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് നോക്കി പോണ്ട, കാര്യങ്ങൾ അറിഞ്ഞു പോണ്ട. അയാളെവിടെ? എനിക്ക് ആരോടും വ്യക്തിപരമായിട്ടൊരു ദേഷ്യമില്ല. ഞാൻ ഒരു CPM കാരനായിരുന്നു. അപ്പൊ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നൊക്കെ പോയാളാ. അപ്പൊ ഞാൻ എന്നില്ല, ഞാൻ പരിപാടിയില്ല. അപ്പൊ ഇങ്ങനെയാണ് കാര്യം. കാരണം വെച്ചാൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യം.
കാര്യമില്ല. ഇത്ര മഹത്തായ കാര്യം. ഇനി അടുത്ത പുലികളി വരുന്നുണ്ട്. ഇത് ഒന്നാം തന്നെ ഇത് കുറച്ച് നാളുകളായിട്ടാ, സത്യത്തില് കുറച്ച് കൊല്ലങ്ങളായി ഇതിന്റെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. അത് ഇതേവരെ എവിടെന്നാന്ന് പൊട്ടിപ്പുറപ്പെട്ടെന്ന് ഈ കമ്മിറ്റിക്കാർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കമ്മിറ്റിക്കാർ കണ്ടുപിടിക്കണ്ടേ? ഇന്നലെ തുടങ്ങിയതല്ല. ആനയ്ക്ക് വിലക്ക് ഓരോ കാര്യങ്ങൾ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോ ഇത് എവിടെന്നാന്ന് വരണ്ടേ? നവാബ് രാജേന്ദ്രൻ ഒരു പ്രാവശ്യം ഉണ്ടായതാ, പ്രശ്നം ഉണ്ടാക്കിയതാ. ആള് പിന്നെ ഈ ഭാഗത്തി വന്നിട്ടില്ല. തൃശ്ശൂര് എന്താന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആള് ഈ ഭാഗത്തി വന്നിട്ടില്ല. അത് നവാബ് രാജേന്ദ്രൻ വെടികെട്ടിന് ശേഖ കൊടുക്കാനായിട്ടും മറ്റേത് ഇത് ഓരോ കാര്യങ്ങൾ വെറുതെ ഇല്ലാണ്ടാക്കുക. അതിന്റെ ആവശ്യമില്ല. വളരെ ആത്മാർത്ഥമായി എല്ലാവരും കൂടി നിന്ന് ഇതാക്കണം. ഇനി പുലികളി വരുന്നുണ്ട്. ഇത് നിർത്തിക്കാൻ പറയാവോ? പുലികളി മനസ്സിലായ തൃശ്ശൂർ റൗണ്ടില് ഫുള്ള് നടക്കണതല്ലേ. ഇതിലായാലും എത്ര ജാതികള് ആളുകൾ നോക്കണം. തട്ടം ഇട്ടിട്ടുള്ള ആൾക്കാര്, ക്രിസ്ത്യൻസ് എല്ലാവരും സംഗമിക്കുന്ന ഒരു ഇതല്ല പരിപാടിയല്ലേ. അതല്ല കൊളാക്കിയ. അതേപോലെ ഇനി ഇത് വരുന്നുണ്ട് ഓണത്തിന്റെ പുലികളി. ഇനി അതെന്താവോ ചെയ്യണാവോ? ഇതേപോലത്തെ വിവരമില്ലാത്ത ആൾക്കാരെ നിർത്താൻ പാടില്ല. ഒരിക്കലും ബാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൂരത്തിന്റെ ആ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തെറ്റുകളാണ്. അതൊരിക്കലും പാർട്ടി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ സുരേഷ് ഗോപി സാറ് അങ്ങനെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആരാ ശരി ആരാ തെറ്റെന്നുള്ളത്. പിന്നെ സംഭവിച്ചത് എന്ന് വെച്ചെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചത്. കാരണം ജനങ്ങളാൽ നടക്കപ്പെടുന്നൊരു പൂരാണത്. വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ തൃശ്ശൂരാണ് ജോലി ചെയ്തിരുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുമാണ്. വർഷത്തിൽ വിദേശത്തുള്ളവരൊക്കെ വരുന്നതും കാര്യങ്ങളും. അപ്പോൾ മൊത്തത്തിൽ ആ തിരുവമ്പാടി ആ രാത്രി പൂരം എന്നൊക്കെ പറഞ്ഞത് ഈ തൃശ്ശൂരുള്ളവർ സ്ത്രീകളൊക്കെ എല്ലാവരും ആ പന്തലിന് ചുറ്റും വന്നിരുന്ന് ആസ്വദിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു അത്. അതൊക്കെ വേണ്ടാന്ന് വെച്ചതൊക്കെ മുൻകരുതലോടുകൂടി ഇവർ തീരുമാനിച്ച് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളല്ലേ. വളരെ ഖേദകരമായി. അത് വളരെ സങ്കടമായി. ഇതൊരിക്കലും സുരേഷ് ഗോപി സാറിനെ ബാധിക്കില്ല, BJP-നെയും ബാധിക്കില്ല. പാർട്ടി സംബന്ധമായ ഒരു കാര്യമല്ല അത്. തീർച്ചയായും ബാധിക്കും. എന്താ കാരണം തന്നെ തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിളിച്ചിട്ടാണ് സുരേഷ് ഗോപി ചെന്നതാണെന്ന് പറഞ്ഞത്. പക്ഷെ തിരുവമ്പാടി ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞ ആളിനെ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആള് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുണ്ട്. രാഷ്ട്രീയമായി ഇത് മുതലെടുപ്പ് നടത്തിയാന്നാണ് മൊത്തത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായ കാരണം. രാഷ്ട്രീയം ഈ പൂരത്തിനോട് കലർത്തി ആകത് എന്താ പറയാ, ഒരു പൂരം ഒരു രാഷ്ട്രീയമായി ഒരു അലങ്കോലപ്പെടുത്താൻ വേണ്ടി മാത്രം അത് ഉണ്ടായിരുന്നൊരു സംഭവമാണ് ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് എങ്ങനെയായാലും സുരേഷ് ഗോപിക്ക് അത് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര മോശം അഭിപ്രായമാണ്. അതിന് എങ്ങനെയായാലും വോട്ടിന്റെ രീതിയിൽ അത് എങ്ങനെയായാലും കുറവ് ഉണ്ടാവും. ഒന്നും ബാധിക്കില്ല. അതൊന്നും ബാധിക്കില്ല. അങ്ങനെ തന്നെ. ഇത് വേറെ പല പല കളികളും ഉണ്ട്. ഇത് ഇക്കൊല്ലന്നല്ല, ഇതിന് മുമ്പേ തന്നെ തൃശ്ശൂർ പൂരം ഇല്ലാതാക്കാനായിട്ട് ഒരു കോക്കസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കൊല്ലന്നല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട്. സുരേഷ് ഗോപിനെ ഒന്നും ബാധിക്കില്ല. ഇല്ലില്ല, BJP-ന്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇല്ലില്ല, അങ്ങനെ വന്നിട്ടില്ല. ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല BJP-ന്റേതാണെന്ന്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ വിജയിച്ച് പരാജയപ്പെട്ടതും ഓൾ ഇന്ത്യയിൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യും, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുകയും. ഈ യാഥാർത്ഥ്യം അറിയുന്ന ജനങ്ങൾ സുരേഷ് ഗോപിക്ക് മാത്രമേ ഉള്ളൂ. കൂടാതെ നരേന്ദ്രമോദിയുടെ ശക്തമായ അദ്ദേഹത്തിന്റെ ഭരണം, 10 വർഷത്തെ ഭരണം ജനങ്ങൾ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. കേരളത്തിൽ ജയിച്ചില്ലെങ്കിലും ഇവിടെ ഭരണം വരും. കേരളത്തിൽ ഫ്യൂച്ചറിൽ BJP വരുകയും. ഇപ്രാവശ്യം തിരുവനന്തപുരം 2-3 സ്ഥലങ്ങൾ പ്രതീക്ഷയിലുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതെന്തിനാ ബാധിക്കണ? BJP-യുടെ കമ്മിറ്റിക്കാരല്ല തമ്മിലുള്ള, പോലീസും കമ്മിറ്റിക്കാരും തമ്മിലുള്ള ഉണ്ടെന്നറിയണം. എന്തായാലും രാഷ്ട്രീയത്തിൽ നമുക്ക് വലിയ താല്പര്യമില്ല. അവർ പറയണതും പ്രവർത്തിക്കുന്നതും തമ്മിലൊരു ബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് തീരെ താല്പര്യം കുറവാണ്. ഇപ്പൊ ആ കാര്യങ്ങൾ ചിന്തിക്കാറേ നോക്കാറില്ല. ബാധിക്കല്ല, സുരേഷ് ഗോപിക്ക് അത് നല്ലതാണ്. പക്ഷെ BJP ഒരിക്കലും അത് ചെയ്യില്ല. അഷ്വറാണത്. ഇത് വേറെ എവിടുന്നോ രാഷ്ട്രീയക്കാരാണ് അതിന്റെ ഉള്ളിൽ കളിച്ചിട്ടുള്ളത്. ഈവൺ ആ പോലീസ് കമ്മീഷണർ വരെ അതിന്റെ വിക്ടിമാണ്. അതാണ് എന്റെ അഭിപ്രായം. ജയിക്കും സുരേഷ് ഗോപി ഈ പ്രാവശ്യം ജയിക്കും, ഉറപ്പാണ്. അതിപ്പോ ഇതില്ലെങ്കിലും ജയിക്കുമായിരുന്നു. ഇതിപ്പോ പെർസെന്റേജ് കൂടുന്നു മാത്രം. പ്ലസ് പോയിന്റ് ആണ്. കാരണം ആദ്യമായിട്ട് റിയാക്ട് ചെയ്തത് അതില്. കാരണം ഇവരുടെ ഈ പ്രോബ്ലം വന്നപ്പോൾ ആദ്യം അവിടെ ദേവസ്വത്തിന്റെ ഓഫീസിൽ വന്നതും പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല. അയാൾ ഇപ്പോഴല്ലേ രാഷ്ട്രീയത്തിലേക്ക് വന്ന. അത് ഒരു മുപ്പാട് ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ പരമാവധി ആള് പറ്റാവുന്ന ഇതിലൊക്കെ ആള് സഹകരിച്ച് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഇതെന്തെങ്കിലും സംഭവം. അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവർ നടത്തിയതാണെന്നാണ് പറയുള്ളൂ. പോലീസിന്റെ വീഴ്ച പോലീസിൽ അതിനകത്ത് കൈയുണ്ടാവും. അതായത് BJP-നെ സഹായിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ മിക്കവാറും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു വിഭാഗം അങ്ങനെ പറയുന്നുണ്ട്. LDF ബന്ധമില്ലേ,
അത് പറയാൻ പറ്റില്ല. അത് ഇന്നലത്തെ തിരുവമ്പാടിയുടെ മറ്റേ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ആള് വിളിച്ചിട്ടില്ല. 2:45 ആളെ വിളിച്ചു എന്ന് പറഞ്ഞത്. വിളിച്ചിട്ടില്ല ആള്. പത്രസമ്മേളനത്തിൽ പറഞ്ഞാണത്. BJP അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. LDF ആയിരിക്കും, BJP ബാധിക്കും. അതിന് ഒരു മതവിശ്വാസം പൂർണ്ണപ്പെടുത്തുന്ന പരിപാടികൾ ചെയ്തത്. തൃശ്ശൂർ പൂർണ്ണ ജനകീയ ഒരു ഉത്സവമാണ്. അതിനെ മതവൽക്കരിക്കും അവര്. ഏയ് അതൊന്നും ഉണ്ടാവില്ല. സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പൂരമാണ്. അപ്പോൾ ആ പൂരത്തിൻ്റെ ഇതിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചെയ്യേണ്ട കടമകളുണ്ട് ഇതിൽ. എന്നുവെച്ചാൽ ഒരു കുഞ്ഞു കുട്ടി തൊട്ട് മുതൽ പോലീസുകാർ വരെ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് അവർ എന്തൊരു മിസ്സിങ് പറ്റിയെന്നാണല്ലോ സർവ്വതാനം കേൾക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് സാർവത്രികമായിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആളുകളൊക്കെ മേയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അവർ ടെൻഷനൊക്കെ ആയിട്ട് ചെയ്തതായിരിക്കാം. അതിപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇലക്ഷനെ സംബന്ധിച്ചുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിലനുസരിച്ചായിരിക്കും ഇവിടെ കിട്ടുക. ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ഇതിൽ ഇപ്പോൾ സുനിലേട്ടൻ കൂടിയുണ്ട്, ഇവിടുത്തെ ഒരു കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടിക്കൊള്ളാമെന്നില്ല എന്നില്ല. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ പുതിയൊരാളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങേരേതായ ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ആളുടെ പ്രവർത്തനത്തെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ മുരളീധരൻ പിന്നെയുള്ളത്. അപ്പോൾ പുള്ളിയും കരുണാകരൻ്റെ മകനാണ്. അപ്പോൾ ആ ഒരു ഹോൾഡും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തിയുടെ ഇതനുസരിച്ചാണ്. തൃശ്ശൂർക്കാർ എപ്പോഴും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ചെറുപ്പം തൊട്ടുള്ളത്. ഇപ്പോൾ ഒരു വി രാഘവൻ തൊട്ട് കരുണാകരൻ തൊട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിബന്ധങ്ങളും ഇവിടുത്തെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അത് ബാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇല്ല. 100% അങ്ങനെ ഒരു ഇഷ്യൂ ആളുടെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആള് വരികയല്ലേ ചെയ്തിട്ടുള്ളൂ. ആള് വന്നിട്ട് അതിൻ്റെ കാര്യത്തിൽ ഇടപെടാനല്ലേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നണില്ല. ജനങ്ങളുടെ തീരുമാനങ്ങളല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് അതിനൊന്നും തോന്നണമെന്നില്ല. ഇതെന്തോ പോലീസിന്റെ ഭാഗത്ത് വന്നൊരു വീഴ്ചയാണ് തോന്നുന്നത്. നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല. ഞാൻ ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. പക്ഷെ എനിക്ക് അതിൽ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ആരുടെ ഭാഗത്ത് വീഴ്ച എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല എന്തായാലും. അങ്ങനെയൊന്നും ബാധിക്കാൻ വഴിയില്ല. പൂരത്തിന് എല്ലാ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടൊന്നും ഉണ്ടാവുന്നില്ല, ഉണ്ടാകാൻ വഴിയില്ല. അത് പോലീസിൻ്റെ കയ്യിൽ എന്തോ പറ്റിയ തെറ്റുണ്ട്. നിയന്ത്രണം കൂടുതലാക്കിയതിൻ്റെ ഒരു തെറ്റാണ്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു ഇതൊന്നുമല്ല. പിന്നെ ജനങ്ങൾക്ക് പലതും പറയാമല്ലോ, അത്രയേ ഉള്ളൂ അതിൽ. അതിൻ്റെ കാര്യം ചോദിച്ചാൽ ഇവിടെ സുനിലനാണ് സാധ്യത കൂടുതലും പറയുന്നത്. എനിക്ക് പാർട്ടി ഇല്ലാത്ത ആളാണ്. ആര് ചോദിച്ചാലും എനിക്ക് കണക്കാണ്. കേൾക്കുന്ന കേൾവി സുനിലിനാണ്. പിന്നെ സുനിൽ ഒരു ജനീയനാണ്. എല്ലാവർക്കും സുനിലിനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കണ്ട. പിന്നെ ഏത് സമയത്ത് എന്തിനും തയ്യാറായുള്ള ഒരു മനുഷ്യനാണ്. സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ അങ്ങനെ ഭാഗ്യം മുൻതൂക്കം സുനിലിനെ നിൽക്കുന്നു. അതെന്ന് പറഞ്ഞാല് മറ്റേ CBIയുടെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും അതിന് മുൻകരുതലെടുത്തില്ല. അത്രമാത്രം അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണല്ലോ. അത് പോലീസിന്റെ ഒരു പ്രശ്നം ഉണ്ടായതോ. രാഷ്ട്രീയം ആവേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. കാരണം മറ്റേ ദേവസ്വക്കാരൊക്കെ സംസാരിച്ചതല്ല, അതിനെ കുറിച്ച് കറക്റ്റായി സംസാരിച്ചതല്ല. അങ്ങനെ അപ്രതീക്ഷിതമായി പെട്ടുപോയി. അത് നാട്ടുകാർക്ക് ഒരു പ്രശ്നമായി. അത് ഇനി പൂരം കാണാൻ വരാൻ പറ്റില്ല ഉള്ള ഒരു സാഹചര്യം. വിഷമമുണ്ട്. കുടമാറ്റം വരെ നന്നായി നടന്നതായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ വളരെ ഗംഭീരമായിട്ടാണ് വെടിക്കെട്ടൊക്കെ നടന്നത്. പകലില് പൊട്ടിച്ചതൊക്കെ. പക്ഷെ അത് രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇത്രയും നല്ലൊരു പൂരം വേറെ ഉണ്ടാവില്ല. അതുപോലത്തെ ഇതായിരുന്നു.